ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലൊന്ന് ഈ ഭൂട്ടാൻ വാഹനക്കടത്താണല്ലോ. അത് വലിയ ചർച്ചയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് ചർച്ചയായി നിൽക്കുമ്പോഴും എങ്ങനെ ഈ വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്നതിന് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കേന്ദ്ര ഏജൻസികൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ആ ഒരു ചോദ്യത്തിലേക്ക് വാർത്ത കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുന്ന വലിയ ജാഗ്രതയും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം റെയ്ഡ് നടത്തിയത്? 1000-ലേറെ വാഹനങ്ങൾ രാജ്യത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കമ്മീഷണർ അന്ന് പാതിക്ക് നിർത്തിപ്പോയ വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് റെയ്ഡ് നടന്നത്. ഏറ്റവും ഒടുവിലാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഈ സംഘമെന്നും അങ്ങോട്ടേക്ക് എന്നാൽ റെയ്ഡ് എന്നും നമ്മൾ അറിയുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് ഒരു റെയ്ഡ് പോലും നടന്നതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ലാൻഡ് റോവർ പിടിച്ചിരുന്നു, അതിൻ്റെ ഫസ്റ്റ് ഓണർ ഇയാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇയാൾക്കറിയാൻ പറ്റും ആരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇറക്കുമതിക്കാർ അല്ലെങ്കിൽ ഇടനിലക്കാർ എന്നതൊക്കെയാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം കസ്റ്റംസിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും കസ്റ്റംസ് ഇപ്പോൾ മാഹിൻ അൻസാരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ നമ്മൾ അറിഞ്ഞ വിവരങ്ങളിൽ മാഹിൻ അൻസാരിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പിടിച്ചെടുത്ത വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണർ ഇയാളാണ്. ആദ്യമായിട്ടാണ് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഒരു ഫസ്റ്റ് ഓണറെ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ എവിടെ നിന്ന് വാഹനം വാങ്ങി, എങ്ങനെ വന്നു, ഏത് വഴിക്ക് വന്നു എന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കസ്റ്റംസ് മാഹിൻ അൻസാരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മനു. ഈ മനു സൂചിപ്പിച്ചതുപോലെ ഇയാൾ ഈ വാഹനക്കടത്ത് നേരിട്ട് നടത്തിയ ആളാണോ എന്നുള്ളൊരു സംശയമാണ് കസ്റ്റംസിനുള്ളത്. പക്ഷെ അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. കാരണം മാഹിൻ അൻസാരിയെ ഇതിനു മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തതാണ്. പ്രാഥമികമായൊരു ചോദ്യം ചെയ്യൽ അന്നുണ്ടായതാണ്. അതിന് കാരണം ഈ കുണ്ടന്നൂരിൽ നിന്ന് ഈ മാഹിൻ അൻസാരിയുടെ ഉടമസ്ഥയിലുള്ള കാറ് പിടിച്ചെടുക്കുകയുണ്ടായി. അവിടെ ഒരു വർക്ക്ഷോപ്പിൽ 2 ആഴ്ചക്കാലമായി ആ കാർ അവിടെ കിടക്കുകയാണ്. നിറം മാറ്റുന്നതിന് വേണ്ടിയാണ് ആ കാറ് അവിടെ ഇട്ടത്. ലാൻഡ് റോവർ കാറാണ്. ഇതിൻ്റെ ഉടമ ആരാണ് എന്ന് കസ്റ്റംസ് അന്വേഷിക്കുമ്പോൾ അതൊരു മാഹിൻ അൻസാരി, അസം സ്വദേശി, അങ്ങനെയാണ് ആദ്യം കണ്ടത്. അസം സ്വദേശിയായ മാഹിൻ അൻസാരിയാണ് ഇതിൻ്റെ ഉടമ എന്ന് കണ്ടെത്തി. പക്ഷേ പിന്നീട് ആ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തി. അസം സ്വദേശിയല്ല, ഇയാൾ മൂവാറ്റുപുഴക്കാരനാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അയാളെ കസ്റ്റഡിയിൽ അന്ന് അയാളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. അന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഇത് തൻ്റെ വാഹനം തന്നെയാണ്, അരുണാചൽ പ്രദേശിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അതിന് കാരണം ഈ ഡൽഹിയിലുള്ള ഒരു സംഘമാണ് ഇങ്ങനെ ഒരു കാറ് ഇടപാടുമായി ബന്ധപ്പെട്ട് അവരെയാണ് ബന്ധപ്പെടുന്നത്, ഡൽഹി സംഘത്തെയാണ് ബന്ധപ്പെടുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഇത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാളെ ബോധ്യപ്പെടുത്തിയത്. അതിനുവേണ്ടി അയാളുടെ ആധാർ കാർഡ് വേണം എന്ന് ഈ മാഹിൻ അൻസാരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആധാർ കാർഡ് നൽകിയപ്പോഴാണ് ഇതിൽ കൃത്രിമം കാണിച്ചത് എന്നുള്ളതാണ് അൻസാരിയുടെ മൊഴി. പക്ഷേ അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കസ്റ്റംസിന് പൂർണ്ണമായും കസ്റ്റംസ് വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അസം സ്വദേശിയാക്കി ഇയാളെ അങ്ങനെ രജിസ്റ്റർ ചെയ്തത് എന്നറിയേണ്ടതുണ്ട്. അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയൊക്കെയാണ് ഇയാളെ ഇന്നിപ്പോൾ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൻസാരിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് പലരുടെയും വാഹനം പിടിച്ചെടുക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം 5-6 പേരുടെ കൈമറിഞ്ഞെത്തിയ വാഹനമാണ്. ഇപ്പോൾ നടന്മാരുടെയൊക്കെ കൈവശമുള്ള വാഹനം അവർക്ക് മുൻപൊക്കെ 4-5 ഓണർമാർ കൈമാറിയാണ് അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇയാൾ നേരിട്ടാണ്, അതൊരു ഡൽഹി സംഘത്തിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് ഇയാളുടെ മൊഴി. ഈ ഡൽഹി സംഘം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഭൂട്ടാനിലെ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന ഒരു സംഘമാണോ എന്ന് കസ്റ്റംസ് സംശയിക്കുന്നുണ്ട്. ഇതിനിടെ കോയമ്പത്തൂർ സംഘത്തിൻ്റെ പേര് പറയുന്നത് കേട്ടു. അങ്ങനെ ഒരുപാട് സങ്കീർണതകളുള്ളൊരു കേസായി ഇത് മാറുകയാണ്. നികുതി വൻതോതിൽ വെട്ടിച്ച് കടത്തുന്ന സംഘത്തിൻ്റെ ഭാഗമായി അൻസാരിയും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്ന വാഹനം കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് കസ്റ്റംസിൻ്റെ കണക്ക്. അതിലേതാണ്ട് 38 വാഹനങ്ങൾ മാത്രമേ കസ്റ്റംസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിയും 100-ൽ പരം വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസിൻ്റെ സഹായവും കസ്റ്റംസ് തേടിയിരുന്നു. DGPക്ക് അടക്കം കത്ത് നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് കത്ത് നൽകിയത്. ഇങ്ങനെ
സംശയമുള്ള വാഹനങ്ങളുടെ നമ്പറും ഉടമകളുടെ വിവരവും ഒക്കെ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ സംശയം തോന്നുന്നതൊക്കെ പിടിച്ചെടുക്കാനൊക്കെയാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ വളരെ സങ്കീർണതകളുണ്ട്. ഇനിയും ഒട്ടേറെ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തുപോയോ എന്ന് അറിയേണ്ടതുണ്ട്. അത് ഈ മാഹിൻ അൻസാരി ഒരു പ്രധാനപ്പെട്ട ഇതിലൊരു കണ്ണിയാണ് എന്ന് കസ്റ്റംസിന് സ്ഥിരീകരിച്ചാൽ, അയാളെ ഇന്ന് ചോദ്യം ചെയ്യുന്നതിലൂടെ അക്കാര്യമൊക്കെ സ്ഥിരീകരിച്ചാൽ വളരെ വേഗത്തിൽ കൂടുതൽ കണ്ണികളിലേക്ക് എത്താൻ കഴിയും എന്നൊക്കെയാണ് കസ്റ്റംസ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് അൻസാരി ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുമില്ല. മനു, പക്ഷേ ഇവിടെ ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളില്ലേ? ആ ഭാഗത്തേക്ക് പോകാതെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ടല്ലോ ഉമേഷ്. ഒന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത്രയധികം വാഹനങ്ങൾ നമ്മുടെ അതിർത്തികൾ കടന്ന് ഇന്ത്യയിലേക്ക് വന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ഇതെങ്ങനെയാണ് ഹിമാചൽ പ്രദേശിലും അരുണാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ പരിവാഹൻ സൈറ്റുകളിലടക്കം കൃത്രിമം നടത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തത് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പിന്നെ കേരളത്തിലെ റെയ്ഡിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ ദുൽഖർ ആകട്ടെ, അതല്ലെങ്കിൽ പൃഥ്വിരാജ് ആകട്ടെ, ഇവരൊക്കെ ഈ വാഹനങ്ങൾ വാങ്ങിയത് പലതവണ കൈമറിഞ്ഞു വന്ന യൂസ്ഡ് ഷോപ്പുകളിൽ നിന്നാണ്. അല്ലാതെ ഫസ്റ്റ് ഓണർമാരല്ല ഇവരാരും. പക്ഷേ വാർത്തകൾ പുറത്തു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇവരെയൊക്കെ എന്തോ നികുതി വെട്ടിപ്പ് നടത്തുന്ന ആൾക്കാരായി ചിത്രീകരിക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. ആ രീതിയിലായിരുന്നു സമീപനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ ഈ നേരം വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസിക്ക്? മനു, വളരെ പ്രധാനമാണത്. ഈ കസ്റ്റംസ് ഇപ്പോൾ ഇങ്ങനെ നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തി അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു, നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ രാജ്യാതിർത്തി കടന്ന് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയതിൽ, അങ്ങനെ വൻതോതിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കാരണം പൂർണ്ണമായും രാജ്യാതിർത്തികളുടെ ചുമതലയൊക്കെ കേന്ദ്ര ഏജൻസികളാണ്. അവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു? അതുമാത്രമല്ല, ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എംബസിയുടെയും ഒക്കെ വ്യാജ സീല് അല്ലെങ്കിൽ അവരുടെയൊക്കെ വ്യാജ പേരിലൊക്കെയാണ് ഈ പല വാഹനങ്ങളും ഇങ്ങോട്ടേക്ക് കടത്തിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ വീഴ്ചയാണ്. ഇതുകൂടാതെ കസ്റ്റംസ് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ പരിവാഹൻ സൈറ്റിൽ കൃത്രിമം നടത്തി എന്നുള്ളത്. പരിവാഹൻ സൈറ്റും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വീഴ്ചയായി മുൻപിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ നിലയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളത് അക്കാര്യത്തിൽ കസ്റ്റംസ് മൗനം പാലിക്കുക തന്നെയാണ്. ആ നിലയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ റെയ്ഡ് നടത്തുമ്പോഴും അത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു എന്ന തോന്നൽ പലർക്കും ഉണ്ടാക്കുന്നുണ്ട്. ഈ കോയമ്പത്തൂർ സംഘത്തിൻ്റെയും അല്ലെങ്കിൽ ഡൽഹി സംഘത്തിൻ്റെയും ഒക്കെ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെയൊന്നും റെയ്ഡ് നടന്നതായിട്ടുള്ള ഒരു വിവരവുമില്ല. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലേക്ക്, ഉത്തരേന്ത്യയിലേക്കൊക്കെ വ്യാപകമായി ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാജ്യാതിർത്തി കൊടന്ന് എത്തിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെയാണ്. പക്ഷേ കേരളത്തിലാണ് വളരെ സജീവമായ റെയ്ഡും വാഹനം പിടിച്ചെടുക്കലും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും കസ്റ്റംസാണ്. കേന്ദ്ര ഏജൻസികൾക്കുണ്ടായ ഈ വീഴ്ചയിൽ അതിൽ മൗനം ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒരു സംശയകരമായ മൗനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ തവണ മാത്രമാണ് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയത്. അതും ഒരു അസാധാരണ നടപടിയായി നമ്മൾ വിലയിരുത്തിയതാണ്. പലരും അങ്ങനെ കണ്ടതാണ്. കാരണം കസ്റ്റംസ് കമ്മീഷണർ ആ നിലയിൽ ഒരു വാർത്താ സമ്മേളനം സാധാരണ കേരളത്തിൽ അങ്ങനെ നടത്തുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇതെന്തോ തിടുക്കപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന മട്ടിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അത് പാതി വഴിക്ക് അവസാനിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇക്കാര്യത്തിലുള്ള സംശയ ദൂരീകരണത്തിനായി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഒട്ടേറെ സംശയകരമായ സാഹചര്യങ്ങളും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള സാഹചര്യം വെച്ച് ഇനിയിപ്പോൾ ഈ അൻസാരിയുടെ ചോദ്യം ചെയ്യൽ അതാണ് നടക്കേണ്ടത്. അത് കസ്റ്റംസ് ഒരു പ്രധാനപ്പെട്ട ലീഡിലേക്ക് കസ്റ്റംസ് എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അൻസാരിയുടെ ഹാജരാകൽ അതൊന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.